നിങ്ങൾ ഗുഡ് ഗേൾ സിൻഡ്രോത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നല്ല കുട്ടിയാവുക എന്നുള്ളത് എല്ലാവർക്കും ചെറുപ്പത്തിൽ കേൾക്കുന്നതാണ്. അല്ല, വലുതാവുമ്പോഴും കേൾക്കുന്നവരുണ്ട്. നല്ല കുട്ടിയാവുക, നല്ല കുട്ടിയാവുക. ഈ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പറയുക, സാക്രിഫൈസ് ചെയ്യുക. നിങ്ങളുടെ കുറേ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തത് അങ്ങനെ ഓക്കെ അല്ല എന്ന് പറയരുത്. നിങ്ങൾ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ അവൈലബിൾ ആണ്. മറ്റൊരാളുടെ സങ്കടം, മറ്റൊരാളുടെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് യാതൊരു വാല്യൂ ഇല്ലാത്ത വിധത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഈ സിൻഡ്രോത്തിൽ വരുന്നൊരു കാര്യം. നല്ല കുട്ടിയാവുക, നല്ല ഭാര്യയാവുക, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ കാരണം കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുമുണ്ട്. എന്തിന് നല്ല മകനാവുക എന്നൊരു പേര് കാരണം കൊണ്ട് ഭാര്യയെ ഇതാക്കണം, ഇങ്ങനെ ആവണം, വീട്ടുകാരെ ഹാപ്പി ആക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്ന ആണുങ്ങളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഗുഡ് ഗേൾ സിൻഡ്രോത്തിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാം ഗുഡ് ആയിരിക്കണം എന്നുള്ളൊരു സിൻഡ്രോം തന്നെയാണെന്ന് പറയാം. എല്ലാം നന്നായിരിക്കണം, ഒന്നും തെറ്റാൻ പാടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇതിനോട് ബാധിച്ചിട്ട് എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമുക്കൊരു ഡ്രസ്സ് വാങ്ങണ സമയത്ത് ആ കളർ ഇഷ്ടമല്ല എങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ അത് ഇഷ്ടമെന്ന് പറയും. അതൊരു ഭക്ഷണം തരുമ്പോൾ എനിക്ക് ഇനി ഒരു ദോശയും കൂടി വേണമെന്ന് ചിലപ്പോൾ പറയുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇത്രയേ ഉള്ളൂ, നിനക്ക് പകരം വേറെ ആൾക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ, എൻ്റെ ഡ്രസ്സ് എനിക്ക് ഇത്ര ലൂസ് വേണം, എനിക്ക് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ളത് വേണം. അപ്പോൾ അപ്പുറത്തെ കടക്കാരൻ പറയാണ്, അല്ലെങ്കിൽ ടൈലർ പറയാണ്, മോളെ ഇത് ആവശ്യത്തിനുള്ള ടൈറ്റ് ഉണ്ടല്ലോ, ഇനി ഇതിനും കൂടുതലൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ അമ്മ പറയാണ്, പറഞ്ഞത് കേട്ടില്ല, ഇനി ഓവർ ടൈറ്റ് ഒന്നും വേണ്ട, ഇത് കറക്റ്റാണ് പാകം. അപ്പം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ പോലും നിങ്ങളെ സമ്മതിക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് പോലും അവർക്ക് കൊടുക്കുക, ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. മറ്റുള്ളവരുടെ സങ്കടം മാത്രം കാണുക, നമ്മളുടെ പ്രയോറിറ്റി ഇല്ലാണ്ടായിരിക്കുക. അതായത് നമുക്കൊരാവശ്യമുണ്ടോ അതിന് യാതൊരു പ്രയോറിറ്റി ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഇത് ആണുങ്ങളുടെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുഡ് ഗേൾ സിൻഡ്രോം എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും ഞാൻ പറഞ്ഞു അത് മാറ്റാം. ചില ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എപ്പോഴും വീട്ടിലത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം, കുടുംബ പ്രാരാബ്ദം എല്ലാം അവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നത് കാണാം. സിസ്റ്റർ, കാര്യങ്ങൾ, അമ്മ, അങ്ങനെ 100 ടെൻഷൻസും കാര്യങ്ങളും. പിന്നെ ആരവരുടെ അടുത്ത് വന്ന് കഷ്ടം ചോദിച്ചാലും അവർക്ക് കൊടുക്കണം. മറ്റുള്ളൊരു സങ്കടം കാണുമ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ, ഇതെല്ലാം എന്താ വെച്ചാൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങളെക്കുറിച്ച് മോശം പറയാൻ ആഗ്രഹമുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്താലും, അതിപ്പോൾ നല്ലത് ചെയ്താലും നല്ലത് ചെയ്തില്ലെങ്കിലും അവർ പറയും. നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് എടുക്കാൻ പൊങ്ങാത്ത ഹെഡേക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക. നമ്മൾ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങും. ചില ആളുകളുണ്ട് കേട്ടോ, അവർക്ക് ഉണ്ടാവില്ല പൈസ, അവർ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചിട്ടും കൊടുക്കുക. അപ്പോൾ അതാണ് അവർക്ക് ഒരു ബാധ്യതയാണ് ഉണ്ടാവുക. എന്നാൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരാരെങ്കിലും സഹായിക്കാൻ വരുമോ? അതുമില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഈ ഒരു ഗുഡ് ബുക്ക് എൻട്രിയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ച് അവസാനം നമ്മുടെ ലൈഫ് തന്നെ ഒന്നല്ലാതാവുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ എന്തും നമ്മൾ നോക്കേണ്ടത് നമുക്ക് എന്ത് പറ്റും, എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ട പോസിബിൾ ഉണ്ടായിട്ടുള്ള വഴികളുണ്ടോ കാണിച്ചു കൊടുക്കാം. സോ നമുക്ക് ഒട്ടും പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എടുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കടം കൊടുക്കുന്ന കാര്യത്തിനാണ് കേട്ടോ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രയോറിറ്റി നമുക്ക് കൊടുത്ത് എന്താണ് നമുക്ക് ആഗ്രഹിച്ചത് അതിനെ നടത്തി കൊടുക്കാൻ നമ്മൾ നമുക്ക് വേണ്ടി ശ്രമിക്കണം. കാരണം മറ്റൊരാൾ നമ്മളെ മനസ്സിലാക്കിയിട്ട് ചെയ്തു തരുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ചെയ്യാൻ പറ്റണമെന്നോ ഒരു ഇതുമില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കേണ്ട ഒരേ ഒരു വ്യക്തി നിങ്ങളെ തന്നെയാണ്. മറ്റൊരാളെ വേദനിപ്പിക്കാത്തൊരു കാര്യമാണെങ്കിൽ ഒരു പേടിയും വേണ്ടെന്നേ. മറ്റൊരാളുടെ ഒന്നും നമ്മൾ പറയില്ല ഇങ്ങനെ പറ്റിച്ചിട്ട് തട്ടിപ്പറിച്ചിട്ട് അങ്ങനെ ഒന്നും അല്ലാണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു.